സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുറേയേറെ നിരന്തരം കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കേരളത്തിന് ഈ രംഗത്ത് വലിയൊരു മേൽക്കൈ ഉണ്ട് താനും. ഈ പല വിദ്യാർത്ഥികൾക്കും സംശയങ്ങളുണ്ട്, പല ചെറുപ്പക്കാർക്കും സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ടപ്പിലേക്ക് വരിക? ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം എങ്ങനെ തുടങ്ങാം? അതിനുള്ള 5 സ്റ്റെപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നൂതനമായിട്ടുള്ള ഒരു ആശയത്തിൽ കൂടി നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നമ്മൾക്ക് എപ്പോഴും ഉള്ളത് ഒരു നൂതനമായ ആശയമായിരിക്കണം, കൺസെപ്റ്റായിരിക്കണം, നിലവിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് കഴിയണം എന്നുള്ളതാണ്. ഇതിൻ്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റാണ് അല്ലെങ്കിൽ നൂതനത്വമാണ് സ്റ്റാർട്ടപ്പിനെ മികച്ചതാക്കുന്നതും എല്ലാം തന്നെ. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ട 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നിരവധി മേഖലകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ജെൻഡർ ഇക്വാളിറ്റി, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, സാമൂഹ്യ സുരക്ഷ, യുദ്ധം, ക്രിമിനലുകൾ, സമാധാനം, ജയിലുകൾ, ആരോഗ്യരക്ഷ, വ്യവസായം, വാണിജ്യം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എക്സാം എഴുതാൻ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് രംഗത്തേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്, ഈ കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെ പരിഹരിക്കാം, അതിന് ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗപ്പെടുത്താം, സാങ്കേതിക വിദ്യകളിലൂടെ കണ്ടെത്തിയ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. വൈവിധ്യങ്ങളായ ആശയങ്ങൾ സ്വീകരിക്കണം, ഒത്തിരി ആശയങ്ങൾ പരിശോധിക്കണം, അതിലേറ്റവും യോജ്യമായ ആശയം പ്രായോഗികമായി കൊണ്ടുവരാൻ ശ്രമിക്കണം. പുതുമയുള്ളതും മികച്ച സാങ്കേതിക ക്ഷമതയുള്ളതുമായ ആശയങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകളുടെ പരിഗണനയും പ്രമോഷനും ലഭിക്കുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പരിഹാരങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കണ്ടെത്തിയ പരിഹാര ആശയങ്ങളെ ഇൻക്യുബേറ്റ് ചെയ്യുക. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നാം ഉണ്ടാക്കിയെടുത്ത ആശയം പ്രായോഗികമായി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള പരീക്ഷണമാണ് ഇൻക്യുബേഷൻ കേന്ദ്രത്തിൽ നടക്കുന്നത്. നമുക്ക് ചുറ്റും നിരവധി ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളുണ്ട്. കാർഷിക അധിഷ്ഠിത ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് കാർഷിക യൂണിവേഴ്സിറ്റികളുണ്ട്. മാംസം, മുട്ട, പാൽ, ജീവികൾക്കുള്ള ഭക്ഷണം തുടങ്ങിയവയ്ക്ക് കെ വാസു എന്ന് പറഞ്ഞാൽ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. മത്സ്യം പോലുള്ള സംരംഭങ്ങൾക്ക് മത്സ്യ ഗവേഷണ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യയിലൂന്നിയ സംരംഭങ്ങൾക്ക് IIT-കൾ, NIT-കൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, അതുപോലെ വിഷയ അധിഷ്ഠിത സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നതിന് വ്യത്യസ്തമായ സൗകര്യങ്ങളുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ ചെറിയ കുബിക്കിളുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ പിറവം ആഗ്രോ പാർക്ക് എന്ന് പറയുന്ന സ്വകാര്യ ഇൻക്യുബേഷൻ കേന്ദ്രവും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിച്ച ആശയം വാണിജ്യാടിസ്ഥാനത്തിൽ വിറ്റഴിക്കാൻ കഴിയുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. നാലാമത് പറയുന്നതാണ് ഇതിനെ വാണിജ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പ്രശ്നം കണ്ടെത്തുന്നു, അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു, ആ പരിഹാരം വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് കണ്ടെത്തുന്നു.
ഇനി അതിനെ വാണിജ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇൻക്യുബേറ്റ് ചെയ്തെടുത്ത ആശയങ്ങളുടെ പ്രായോഗിക ക്ഷമതയാണ് വാണിജ്യവൽക്കരണം. എത്ര വിജയകരമായി വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവ വിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. പൊതുവെ സ്റ്റാർട്ടപ്പുകളുടെ വിജയനിരക്ക് കുറവാണ് എന്ന് നമുക്കറിയാം. എങ്കിലും വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാലാമത് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, വാണിജ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സംരംഭകർ മനസ്സിലാക്കേണ്ടത് വൈവിധ്യമാർന്ന മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പൊതുവെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ധരിച്ചു വച്ചിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് എന്നാൽ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ സംവിധാനങ്ങളും സംരംഭങ്ങളും ആണ് എന്നാണ്. എന്നാൽ കാർഷികാധിഷ്ഠിത സംരംഭങ്ങൾ, ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങൾ, എയ്റോസ്പേസസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, കൃഷി, പൊതുജനാരോഗ്യം, മത്സ്യബന്ധനം, മത്സ്യഗവേഷണം, പരമ്പരാഗത തൊഴിലുകൾ തുടങ്ങി ഒട്ടനവധി സംരംഭ മേഖലകളിൽ സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യതകളുണ്ട്. അല്ലാതെ സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളത്. എല്ലാത്തിലും ഒരു പുതുമയുണ്ടാവണം, നൂതന സാങ്കേതിക വിദ്യയുണ്ടാവണം. ഇവയായാൽ സ്റ്റാർട്ടപ്പുകൾക്കുള്ള വിജയസാധ്യത വളരെ വർദ്ധിക്കും. നന്നായി ചെയ്യാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിന് നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് DPIIT ഈ സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി, ഇലക്ട്രോണിക്സ് ആൻഡ് IT മിനിസ്ട്രി, MSME മിനിസ്ട്രി, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഡിഫൻസ് മിനിസ്ട്രി, ടൂറിസം മിനിസ്ട്രി തുടങ്ങിയ മിനിസ്ട്രികളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെ സ്റ്റാർട്ടപ്പുകളെ സഹായിച്ചു വരുന്നുണ്ട്. സംസ്ഥാന തലത്തിലാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSIDC, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കൃഷി, മൃഗം, മത്സ്യം തുടങ്ങിയ വകുപ്പുകൾ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ സംസ്ഥാന തലത്തിലും സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്തു വരുന്നുണ്ട്. വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിന് നിരവധിയായ പദ്ധതികൾ ഇവരെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ട്. ഫണ്ടിങ്, ടെക്നോളജി, പൊതുസംഭരണം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, നെറ്റ്വർക്കിംഗ്, വിപണനം എന്നീ രീതിയിലെല്ലാം തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ സേവനങ്ങളും ലഭിക്കും. കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഒരു തടസ്സമേയല്ല. എന്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ആ ഒരു സുഖത്തെക്കുറിച്ച് കൂടി ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ചിന്തിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം.